പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട് മൂന്നംഗ സംഘം ബീഹാറിൽ പിടിയിലായി എന്നത് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്തയാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബീഹാർ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഈ പ്രതികൾ വലയിലായത്. ബക്സർ സ്വദേശിയായ അമൻ തിവാരിയാണ് പിടിയിലായവരിലെ പ്രധാനി. രാജ്യത്തെ നടക്കുന്ന വധശ്രമ ഗൂഢാലോചനയുടെ വിവരങ്ങളാണ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പുറത്തുവരുന്നത്. കേവലം 22 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാമെന്നും അതിന് പകരമായി തങ്ങൾക്ക് പാരിതോഷികം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇവർ അമേരിക്കൻ ചാരസംഘടനയായ CIA സമീപിച്ചതായാണ് ഞെട്ടിക്കുന്ന വിവരം. അറസ്റ്റിലായ അമൻ തിവാരി നിസ്സാരക്കാരനല്ല എന്നാണ് പോലീസ് പറയുന്നത്. 2022 കൊൽക്കത്ത വിമാനത്താവളം തകർക്കാനുള്ള അതീവ ഗൗരവകരമായ ഒരു പ്ലാനിംഗ് നടത്തിയതും ഇയാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ പ്രതികളുടെ കയ്യിൽ നിന്നും ലാപ്ടോപ്പുകളും സ്മാർട്ട് ഫോണുകളും ഉൾപ്പെടെയുള്ള നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഇവ വിദഗ്ധ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. രാജ്യാന്തര തലത്തിലുള്ള ഏതെങ്കിലും ഭീകര സംഘടനകളുമായോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളുമായോ ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് എങ്ങനെ ആക്രമണം നടത്താനാണ് ഇവർ ലക്ഷ്യമിട്ടതെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ബീഹാറിലെ ബക്സറിൽ നിന്നാണ് അമനെ അറസ്റ്റ് ചെയ്തത്. അമന്റെ ഇമെയിലിനെ കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ നൽകിയതായി ബക്സർ SP ശുഭം ആര്യ പറയുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് മറ്റ് 2 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഭീഷണി മുഴക്കിയതിന് അമൻ ഇതിനു മുമ്പ് അറസ്റ്റിലായിരുന്നു. അന്ന് ഇയാൾ പ്രായപൂർത്തി ആകാത്ത ആളായിരുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുമെന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. ഇപ്പോൾ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈബർ കഫേ സെന്റർ നടത്തിയിരുന്ന അമൻകുമാർ അടക്കമുള്ളവരെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അമന്റെ മുറി പോലീസ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. എന്നാൽ മകന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കില്ലെന്ന് അവന്റെ മാതാപിതാക്കളായ ഗണേഷ് തിവാരിയും ഗീതാകുമാരിയും തറപ്പിച്ചു പറയുന്നു. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കുറ്റം എന്താണെന്ന് അറിയില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സുരക്ഷാ ഏജൻസികളും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിലെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ അയൽ സംസ്ഥാനങ്ങളിലും പോലീസ് നിരീക്ഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. അമൻ തിവാരിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഗൂഢാലോചനയുടെ വ്യാപ്തി വലുതാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല വ്യക്തികളുടെയും സഹായം ഇവർക്ക് ലഭിച്ചതായി സംശയിക്കുന്നുണ്ട്. പ്രാദേശിക പോലീസിനൊപ്പം ദേശീയ അന്വേഷണ ഏജൻസികളും ഈ കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് സമയബന്ധിതമായ ഇടപെടലിലൂടെ ബീഹാർ പോലീസ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പട്ന പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള നീക്കം ഗൗരവമായി കണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു പഴുതും അടക്കാനുള്ള ശ്രമത്തിലാണ് ഏജൻസികൾ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. പലരും സോഷ്യൽ മീഡിയയിൽ ഈ സംഭവത്തെ പരിഹസിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോഴുള്ള ഒരു പ്രഹസനം മാത്രമാണിതെന്ന് ഒരു കൂട്ടർ പറയുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് എതിരെ വധഭീഷണി വരുമ്പോൾ അത് പരിഹസിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഇത് BJP അല്ലെങ്കിൽ സംഘപരിവാർ നേതാവിന് നേരെയുള്ള ഒരു ഭീഷണിയല്ല, രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയായി തന്നെ കണക്കാക്കണം. ജനാധിപത്യപരമായ ഒരു ഇലക്ഷൻ വഴി അധികാരത്തിലെത്തിയതാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നത് മറക്കരുത്. അദ്ദേഹത്തിന് നേരെയുള്ള വിമർശനവും പരിഹാസവും പോലെയല്ല വധഭീഷണികൾ.